ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ജനുവരി 3-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. 2025 ജനുവരി 3-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം: ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ CR450 എന്ന അതിവേഗ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ടൈപ്പ് അവതരിപ്പിച്ച രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ CR450 എന്ന അതിവേഗ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ടൈപ്പ് അവതരിപ്പിച്ച രാജ്യം ചൈനയാണ്. ഇത് മണിക്കൂറിൽ 450 കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിനാണ്. അതിൻ്റെ ടൈപ്പ് അവതരിപ്പിച്ച രാജ്യം ചൈനയാണ്. അടുത്ത ചോദ്യം: വേദനയില്ലാത്ത കുത്തിവയ്പ്പുകൾക്കായിട്ട് സൂചിരഹിത ഷോക്ക് സിറിഞ്ചുകൾ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? വേദനയില്ലാത്ത കുത്തിവയ്പ്പുകൾക്ക് വേണ്ടിയിട്ട് സൂചിരഹിത ഷോക്ക് സിറിഞ്ചുകൾ വികസിപ്പിച്ച സ്ഥാപനമാണ് IIT ബോംബെ. അടുത്ത ചോദ്യം: 63-ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയാണ്? 63-ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരമാണ്. 63-ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയാണ്? അത് തിരുവനന്തപുരമാണ്. അടുത്ത ചോദ്യം: ഇന്ത്യയും ഏത് രാജ്യവും ചേർന്നുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ഗരുഡ ശക്തി? ഇന്ത്യയും ഏത് രാജ്യവും ചേർന്നിട്ടുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ഗരുഡ ശക്തി? ഇന്തോനേഷ്യയാണ്. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ഗരുഡ ശക്തി? ഇന്തോനേഷ്യയാണ്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണേത്? ഗരുഡ ശക്തി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാൻ അർവിന്ദർ സിംഗ് സാഹ്നിയാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാൻ അർവിന്ദർ സിംഗ് സാഹ്നി. അടുത്ത ചോദ്യം: ഈ അടുത്തിടെ ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസിൻ്റെ HMPV വൈറസിൻ്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ചൈനയാണ്. അടുത്തിടെ ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസിൻ്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണ്. വൈറ്റ് ഹൗസ് മാധ്യമ സെക്രട്ടറിയായിട്ട് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരെയാണ് നിയമിച്ചത്? ആരാണ്? കരോളിൻ വൈറ്റാണ്. വൈറ്റ് ഹൗസ് മാധ്യമ സെക്രട്ടറിയായി നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വ്യക്തി കരോളിൻ വൈറ്റ്. ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പദ്ധതി എന്താണ്? രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ലോക നിലവാരമുള്ള ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണെന്ത്? ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ലോക നിലവാരമുള്ള ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണെന്ത്? ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ. രാജ്യത്തെ മികച്ച സമുദ്രബന്ധ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളമാണ്. രാജ്യത്തെ മികച്ച സമുദ്രബന്ധ സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് കേരളമാണ്. കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ഇൻസ്പെക്ടർ ജനറലായിട്ട് നിയമിതനായ മലയാളി സഞ്ജയൻ കുമാറാണ്. കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ഇൻസ്പെക്ടർ ജനറലായിട്ട് നിയമിതനായ മലയാളി സഞ്ജയൻ കുമാറാണ്. താങ്ക് യു.